ഹലോ ഫ്രണ്ട്സ്, ഇവർക്ക് മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കാർത്തി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സംഭവം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. അതായത് ഇന്നലെ ഞാൻ കുറച്ച് വീട്ടിൽ ഒന്ന് ഫ്രീ ആയിട്ടിരുന്നപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഇപ്പം എല്ലാവരും വീട്ടിലാണ്, അതായത് ഹോം ക്വാറൻറ്റൈൻ ആണ്. ഇപ്പം കംപ്ലീറ്റ് നമ്മുടെ സംസ്ഥാനം മൊത്തം ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുള്ള ഈ ഒരു സാഹചര്യത്തിൽ പലരും വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ വീടൊന്ന് അരിച്ചു പറഞ്ഞപ്പോൾ കിട്ടിയൊരു സംഭവമാണ് മ്യൂസിക് സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബോർഡ്. സംഭവം ഈ ഒരു കുഞ്ഞു സാധനമാണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ഉപയോഗപ്രദമായ ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ വിലയെന്ന് പറയുമ്പോൾ 250 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വിലയെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഏവർക്കും മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഈ ഒരു ബോർഡെന്ന് പറയുന്നത് നമ്മുടെ ഒരു യൂണിവേഴ്സൽ ബോർഡെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇതിൽ USB ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി കാർഡ് കൊടുക്കാൻ പറ്റും, പിന്നെ ബ്ലൂടൂത്ത് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓക്സ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു 4 സംവിധാനങ്ങൾ ഇതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബോർഡ് കുഞ്ഞാണെങ്കിൽ പോലും അത്രയും നമുക്ക് യൂസ്ഫുൾ ആയിട്ടൊരു ബോർഡാണിത്. ഇപ്പോൾ ഏകദേശം ഒരു 250 എന്ന് പറയുമ്പോൾ ഏറ്റവും ചീപ്പായിട്ടുള്ള ആ ഒരു റേറ്റാണ്. കാരണം അത്രയും നല്ല ഗുണമുള്ള ഒരു ബോർഡാണിത്. അപ്പോൾ ഈ ഒരു ബോർഡ് നമുക്ക് എങ്ങനെയാണ് ആ ഒരു നമ്മുടെ കാറിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കും? അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പഴയ ഒരു സ്റ്റീരിയോ കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റീരിയോയുടെ ഫ്രണ്ട് പാനൽ കംപ്ലീറ്റ് കംപ്ലൈൻ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡ് മാത്രം കംപ്ലൈൻ്റ് ഇല്ല, ഓക്കെയാണ്, വർക്ക് ചെയ്യുന്നു എങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡ് നമുക്ക് ഈസി ആയിട്ട് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റീരിയോ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ആ ഒരു സ്റ്റീരിയോ നമുക്ക് ഇതുപോലെ ഒരു USB അല്ലെങ്കിൽ ഈ ഒരു പെൻഡ്രൈവ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇതിൽ ഇടാൻ സാധിക്കും. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത്, നമുക്ക് ഫോൺ വേണമെങ്കിൽ കണക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്ത് വഴി നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കും. അത് വലിയൊരു നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഈ ഒരു ഇത്രയും റേറ്റ് കുറഞ്ഞൊരു ബോർഡിൽ നമുക്ക് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സോ ഈ ഒരു ബോർഡ് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ ഒരു റിമോട്ട് നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ കൂടെ കിട്ടുന്നതാണ്. പിന്നെ അതുകൂടാതെ ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, അതായത് ഇതിൽ FM കൂടെ ഉണ്ട്. അപ്പോൾ അതും ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയായിരിക്കും, ഇന്നലെ നമ്മുടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ പൊതുവെ കടകളും ഷോപ്സൊന്നും ഇല്ല. അപ്പോൾ ഒരു 5 വോൾട്ടിൻ്റെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ കാറിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 വോൾട്ടാണ്. ഇപ്പോൾ ഈ ഒരു 12 വോൾട്ടിൽ നിന്ന് 5 വോൾട്ടിൽ നിന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ബോർഡ് വാങ്ങാമെന്ന് വെച്ചാലും പുറത്തൊരു ഷോപ്പും ഇല്ലാത്തതുകൊണ്ട് തന്നെ വാങ്ങാൻ സാധിച്ചില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ തോന്നിയതാണ്. അതായത് നമ്മുടെ ഒരു കാർ ചാർജറിൻ്റെ ആ ചാർജറാണ് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് അതിൽ 5 വോൾട്ടാണ് വരുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി 5 വോൾട്ട് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു കാർ ചാർജറിൻ്റെ ആ ഒരു ബോർഡ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു 5 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്തത്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ഒരു സ്റ്റീരിയോ കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്പീക്കർ കൊടുക്കണമെങ്കിൽ ചെറിയൊരു ആംപ്ലിഫയറിൻ്റെ ബോർഡ് ആവശ്യമുണ്ട്. അപ്പോൾ അതും ഷോപ്പ് ഇല്ലാത്തതുകൊണ്ട് വേറെ ബോർഡൊന്നും വാങ്ങാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ അടുത്ത് ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ ഒരു പഴയ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്പീക്കർ അറിയാമായിരിക്കും, ആ ഒരു സ്പീക്കറിൻ്റെ അകത്തൊരു ചെറിയൊരു ബോർഡുണ്ട്. അപ്പോൾ ആ ഒരു ബോർഡാണ് ഞാൻ ഇതിൻ്റെ സ്പീക്കറിനായിട്ട് കൊടുത്തിട്ടത്. അപ്പോൾ ഇത് രണ്ടും വെച്ചാണ് ഞാൻ നമ്മുടെ ഒരു സ്റ്റീരിയോ നമ്മുടെ കാറിൽ ഫിറ്റ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
നമുക്ക് ഈ ഒരു സ്റ്റീരിയോ ഒന്ന് ഓണാക്കി വെക്കാം. ഓണാക്കുമ്പോൾ ഇതിൽ സ്കാനെന്ന് കാണിക്കുന്നുണ്ട്, അടുത്ത് ബ്ലൂടൂത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് മോഡ് മാറ്റുമ്പോൾ റേഡിയോ പറഞ്ഞുണ്ട്, ഓക്സ് പറഞ്ഞുണ്ട്, ബ്ലൂടൂത്ത് പറഞ്ഞുണ്ട്. ഈ ഒരു പെൻ ഡ്രൈവ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മെമ്മറി കാർഡ് ഇതിൽ കൊടുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു മ്യൂസിക് എന്ന് പറഞ്ഞ് മാറി അതിലുള്ള ഒരു പെൻ ഡ്രൈവിൽ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി കാർഡിലുള്ള പാട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ടൊന്ന് ഈ ഒരു ബ്ലൂടൂത്ത് ഒന്ന് പെയർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ബ്ലൂടൂത്ത് ഓൺ ആക്കണം. ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് ബ്ലൂടൂത്ത് ഓൺ ആക്കുമ്പോൾ ഇതിലിപ്പം വയർ ബീറ്റ് ചെയ്യുന്ന കിടപ്പുണ്ട്. അതാണ് ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ പെയറിങ് ചോദിക്കുക. അതിൽ ഒന്നെങ്കിൽ 4 0 അല്ലെങ്കിൽ 1 2 3 4 ആണ് ഇതിൻ്റെ പെയറിങ്ങിൻ്റെ കോഡെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പം കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് യൂട്യൂബ് എടുത്തിട്ട് അതിൽ നോൺ കോപ്പി റൈറ്റ് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ വരുന്ന നമ്മുടെ ഒരു സ്പീക്കറിൻ്റെ ബോർഡായതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ട് കുറവുണ്ട്. നമുക്ക് ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സ്റ്റീരിയോ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഇതിൽ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ സൗണ്ട് കൂടുതലായിരിക്കും. നമുക്ക് ആദ്യം സൗണ്ട് ഒന്ന് കുറയ്ക്കാം. ഇപ്പോൾ സൗണ്ട് നല്ല കൂടിപ്പോയി. അപ്പോൾ കേൾക്കാൻ സാധിക്കുമെന്ന് അറിഞ്ഞൂടാ. നമുക്കിപ്പം ഈ ഒരു സ്റ്റീരിയോ റെഡിയാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഈ ഒരു സ്റ്റീരിയോ അല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്റ്റീരിയോയിൽ കേൾക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടും. ഈ ഒരു സാധാ ഒരു ബോർഡ് ആയതുകൊണ്ടാണ്, ഈ ഒരു സൗണ്ടിൻ്റെ ബോർഡ് ആയതുകൊണ്ടാണ് കുറച്ച് ക്വാളിറ്റി അല്ലെങ്കിൽ ഈ ഒരു സൗണ്ട് കുറച്ച് കുറവായിട്ട് കേൾക്കുന്നത്. സോ ഞാൻ ഈ ഒരു ബോർഡ് വാങ്ങിച്ചത് ട്രിവാൻഡ്രം ജില്ലയിൽ തകരപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഞാൻ ഒരു ബോർഡ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് ഇതുപോലത്തെ ഈ ഒരു ഇലക്ട്രോണിക്സ് ഈ ഒരു പാർട്സും കാര്യങ്ങളും അക്സസറീസും കിട്ടുന്ന ഷോപ്പ് ആ ഒരു ഏരിയയിൽ കാണും. അതായത് ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് ഷോപ്പ് ഇതുപോലെ ആ ഒരു ഇലക്ട്രോണിക്സ് പരമായിട്ട് അക്സസറീസും അല്ലെങ്കിൽ പാർട്സും കിട്ടുന്ന ഒരു സ്ഥലങ്ങൾ ഒരുപാട് കാണും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ജില്ലയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ഥലത്തുള്ള ഒരു ഇലക്ട്രോണിക്സ് കിട്ടുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇതിൽ കാണുന്ന ഒരുപാട് പേർക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് സാധനം ഇതുപോലത്തെ ആക്സസറീസ് അല്ലെങ്കിൽ ഇതുപോലത്തെ പാർട്സ് വാങ്ങാനും ഒരുപാട് ഉപയോഗമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളുടെ ആ സ്ഥലത്തുള്ള ഈ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഈ ഒരു സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പ് മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോർഡും അല്ലെങ്കിൽ മിക്കവാറും കുറേ പേരെങ്കിലും ഈ ഒരു ബോർഡ് ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതിപ്പോൾ നെഗറ്റീവിലും പോസിറ്റീവിലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അതുപോലെ തന്നെ ഈ ചാനലിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് ഓളെന്ന് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആദ്യം തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സുമേഷ് കാർത്തി സൈനിങ് ഓഫ്.